ജില്ലാ സെക്രട്ടറിയാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജില്ലയിലെ ഭൂപ്രശ്നം. ആ ഭൂപ്രശ്നം ഇത്രയും വഷളാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നാണ് UDFിൻ്റെ ഗവൺമെൻറ്റുകളും കോൺഗ്രസും എല്ലാം പ്രവർത്തിച്ചത്. എന്നാൽ LDF ഗവൺമെൻറ് വന്നതിന് ശേഷം 2014 മുതൽ 2019 വരെ ജനപ്രതിനിധി ജോയ്സ് ജോർജും ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട്, ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് വിഷയത്തിലെ ഇടുക്കിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വിഷയത്തിലേക്ക് കൂടി അത് പോകുന്നു. അതായത് ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ ഏറ്റവും അധികം പട്ടയം നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന സാഹചര്യം ഇതുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. ആദ്യം പറഞ്ഞ 2014 ഇവിടെ ജോയ്സ് ജോർജ് ജയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന കസ്തൂരി രംഗൻ ഗാർഗി റിപ്പോർട്ടിനെതിരായി ഈ ജില്ലയിലെ ജനങ്ങൾ അണിനിരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അതിനെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ള ജോയ്സ് ജോർജ് MP ആയി പാർലമെൻറ്റിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം 93-ലെ 64-ലെയും ഭൂനിയമങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ ആർ ശങ്കർ മുതൽ പട്ടംനാണുപിള്ള കാലം മുതൽ ആർ ശങ്കർ മുതൽ കെ കരുണാകരൻ മുതലുള്ള UDF ഗവൺമെൻറ്റാണ്. അതെല്ലാം പരിഹരിക്കപ്പെട്ട 88 ഭൂപ്രശ്നം ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. അതിനകത്തൊരു കാര്യം, നിർമ്മാണ നിരോധിത മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് എല്ലാ പ്രശ്നവും പരിഹരിച്ച് നിയമസഭയ്ക്കകത്ത് ബില്ല് അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസ്സാക്കി ഗവർണർ അംഗീകാരം കൊടുത്തു. ആ ബില്ലിനകത്ത് VD സതീശനും മാത്യു കുഴൽനാടനും ഉൾപ്പെടെയുള്ള ആളുകൾ ഏകകണ്ഠമായി കൈപൊക്കി. എന്നിട്ട് ആ ബില്ലുമായി ഇവിടെ വന്ന് സമരം നടത്തിയ ഡീൻ കുര്യാക്കോസും UDF നേതൃത്വമാണ് കൃഷിക്കാരെ വഞ്ചിക്കുന്ന നിലപാടെടുത്തുള്ളത്. ഇന്ന് ഗവർണർ ഒപ്പിട്ടാൽ ഇടുക്കി ജില്ലയിലെ ഇന്ന് ഗവർണർ ഒപ്പിട്ടാൽ നാളെ ചട്ടമിറക്കിയാൽ ഇടുക്കി ജില്ലയിലെ നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള എല്ലാ ഭൂപ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിരിക്കും. ഉത്തരവാദിത്വപൂർവ്വം പറയാം. പക്ഷേ കോൺഗ്രസിൻ്റെ ആത്മവഞ്ചനയാണ്. അവിടെ VD സതീശൻ കൈപൊക്കുമ്പോൾ അവിടെ സമരം നടത്തുമ്പോൾ എന്നിട്ട് PJ ജോസഫ് അവിടെ കൈപൊക്കി എന്നിട്ട് ഇവിടെ വന്ന് ബില്ലിനെ എതിർക്കുക. ഇതാണ് കോൺഗ്രസിന് വഞ്ചന. അത് തന്നെയാണ് കോൺഗ്രസ് ഇത്രയും നശിച്ചു പോകാൻ കാര്യം.